ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടിൻ ഫ്ലെയിം ജേണിയിൽ വരുന്ന കാർമിക്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ കാർമിക്സ് എന്ന് പറയുന്നത് ആരുമാവാം. അത് പാർട്ട്ണറാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരാവാം, സ്വന്തം അച്ഛനും അമ്മയാവാം, സിബ്ലിങ്സ് ആവാം. ഓക്കെ, DMൻ്റെ വീട്ട് ഫാമിലി ആവാം, വാട്ട് എവർ. അപ്പം ഒരു കാർമിക് എന്തിനാണ് നമ്മുടെ ലൈഫിലിട്ട് വരുന്നത്? അതായത് ആ പേര് പോലെ തന്നെ ആ വ്യക്തി നമ്മളുമായിട്ട് അൺഡിസോൾവ്ഡ് ആയിട്ടൊരു കർമ്മ അവിടെ ഉണ്ടായിരിക്കും. അതായത് ഒരു ലെസൺ നമ്മൾ പഠിക്കാനുണ്ടായിരിക്കും. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാർമികമായിട്ടുള്ള ആ പാർട്ട്ണറെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ആ കാർമിക് പാർട്ട്ണർ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അവർ എങ്ങനെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവാം, നമ്മളെങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാം എന്നുള്ള ലെസണാണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കാർമിക് പാർട്ട്ണർ വരുന്നത് നമ്മൾ അയ്യോ എൻ്റെ കാർമിക് പാർട്ട്ണറാണല്ലോ, അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കവിടെ ബുദ്ധിമുട്ട് വരുന്നത്. അതിനർത്ഥം എന്താണ്? ഇവർ വരുന്നത് നമ്മളെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലേ? അപ്പോഴാണ് നമ്മളിലേക്ക് തിരിയുള്ളൂ, നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാർമിക് എന്ന് പറയുമ്പം ടെമ്പററി ആയിരിക്കും. അത് നമ്മൾ ആ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ലൈഫിൽ സ്റ്റേ ചെയ്യില്ല. ഈ യൂണിവേഴ്സ് ഭഗവാനായിട്ട് അത് നമ്മളിൽ നിന്ന് കട്ടാക്കി കളയും. കാരണം നമ്മൾ പിന്നെ അവിടെ കർമ്മയില്ല, തീർന്നു. അതുകൊണ്ടാണ് അവർ നമ്മളിൽ എത്തുന്നു പോകുന്നത്. പക്ഷേ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. ഇനിഷ്യലി അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട്ണറോ ലവറോ ഒക്കെ ആണെങ്കിൽ ഈ കാർമിക് പാർട്ട്ണറുമായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ആവും. കാരണം നമുക്ക് തോന്നും, നമുക്ക് ഭയങ്കര കംഫേർട്ടൊക്കെ ഫീൽ ചെയ്യും. ഞാൻ അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ് എന്നൊക്കെ തോന്നും. നമുക്ക് ഭയങ്കര ആശ്വാസമൊക്കെ തോന്നും. പക്ഷേ കുറേ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്കതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. ആ ഒരു സർക്കിളിൽ കിടന്ന് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിൽ കാർമിക്സ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ടെമ്പററി മാത്രമേ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവർ ലീവ് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മുടെ DMൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ ഇവർ യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് തരില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അവർ നമ്മളെ ഭയങ്കരമായിട്ട് വീണ്ടും താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ ഫിസിക്കലി, മെൻ്റലി, ഫൈനാൻഷ്യലി, ഇമോഷണലി എല്ലാം നമ്മൾ ഒരുപാട് താഴേക്ക് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിലേഷനിൽ പെട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തി ദിവസങ്ങൾ കഴിയുമ്പോളം ഒരു രോഗിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും ഒരു ഗ്രോത്തും സംഭവിക്കത്തില്ല ആ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എൻ്റെ കൂടെ ഉള്ളത് ഒരു കാർമിക് പാർട്ട്ണറാണ്, ഇവർ കൂടെ നിന്നിട്ട് എനിക്കൊരു ഗ്രോത്ത് സംഭവിക്കുന്നില്ല. മറിച്ച് ആ ഓപ്പോസിറ്റുള്ള വ്യക്തി എല്ലാ ഗ്രോത്തും ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനോട് സറണ്ടർ ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ആവശ്യപ്പെടുക, നമ്മൾ ഹീലിംഗ് വർക്ക് നന്നായിട്ട് ചെയ്യുക, നമ്മുടെ ഇന്നർ വർക്ക് ചെയ്യുക. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഏത് കാര്യത്തിലാണ് നമ്മളെ ചലഞ്ച് ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, പൈസയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ നോക്കുക. നമ്മൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഒരു ബേബി സ്റ്റെപ്പുമായിട്ട് എടുത്ത് വയ്ക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ നോക്ക്. നമ്മൾ ശ്രമിച്ച് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്വന്തം ഇൻഡിപെൻഡൻ്റായി വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർ തനിയെ ലീവ് ചെയ്തു പോകും. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. അതെങ്ങനെ നടക്കുമെന്ന്, എങ്ങനെ സംഭവിക്കുന്നു എന്നും അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈശ്വരനായിട്ടാണ്. അപ്പം നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ വർക്ക് നന്നായി ചെയ്യുക എന്നുള്ളതാണ്.